കരയണ്ട. അവരെ ഇങ്ങോട്ട് വിളിക്കുക. ശരി ഞാനല്ലേ കൂടെ. ഇപ്പോൾ വിളിക്കാം. എന്ത് പ്രശ്നം ഉണ്ടായാലും ഞാൻ നോക്കണം. ചേട്ടൻ വിളിക്കുന്നു, അങ്ങോട്ട് വാ. എന്താണ് ഇവിടെ ചെയ്യുന്നത്? ഞങ്ങൾ തമ്മിൽ ഇഷ്ടത്തില്ല സാർ. അതിൽ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. സ്ഥലം എവിടെയാ? ശാന്തിപുരം. ശാന്തിപുരം ഇവിടെ അടുത്ത് താമസിക്കുന്നത് സാർ. അത് ശരി. നിന്റെ സ്ഥലം എവിടെയാ? ശാന്തിപുരം. നിന്റെ അച്ഛന്റെ പേരെന്താ? ഭാസ്കരൻ പിള്ള. ഓ, അയാളുടെ മോളാണോ? അതെ, അയാളുടെ തന്നെ. മോളിങ്ങനെയൊന്നും നടക്കാൻ പാടില്ല, മനസ്സിലായോ? നിന്റെ അച്ഛനോട് സംസാരിച്ച് ഈ കാര്യം ഞാൻ ശരിയാക്കി തരാം. ഇപ്പൊ നീ പോ, ചെല്ല്. ഡാ, ബസ് കയറ്റി വിടറാ. ഹലോ, എന്താ പിള്ളാച്ച? തന്റെ മോള് കണ്ടവന്റെ കൂടെ നടന്നിട്ട് താൻ അതൊന്നും അറിയുന്നില്ലടോ. അവളെ ഞാൻ ബസ് കയറ്റി അങ്ങോട്ട് അയച്ചിട്ടുണ്ട്. ഇനി പേടിക്കാനൊന്നുമില്ല, എല്ലാം ഞാൻ നോക്കിക്കോളാം. എടോ പിള്ളേച്ച, അടി കൊടുത്ത പരിക്കെല്ലാം മാറുമ്പോ വീണ്ടും എഴുന്നേറ്റ് വരും, അതറിയില്ലേ? വരുന്ന കല്യാണങ്ങളെല്ലാം തന്നെ മുടക്കിക്കളയും. പെണ്ണിനെ ജീവിക്കാൻ സമ്മതിക്കില്ല. ഈ പ്രേമം അങ്ങനെയൊന്നും അവസാനിക്കില്ല പിള്ളേച്ച. രണ്ടുപേരിൽ ഒരാൾ അവസാനിക്കണം. അതോടെ ഈ പ്രേമം എന്നേക്കായിട്ട് അവസാനിക്കും. നോക്ക്, നമ്മുടെ സ്വത്തും പണമൊന്നും നമ്മുടെ അഭിമാനമല്ല. നമ്മുടെ മകളാണ് നമ്മുടെ അഭിമാനം. താൻ മോളുടെ കാര്യം മാത്രം ശ്രദ്ധിക്കാൻ നോക്ക്. നിനക്കൊക്കെ ഞങ്ങളുടെ പെണ്ണിനെ മാത്രമേ കിട്ടിയുള്ളൂല്ലടാ. ആരുടെങ്കിലും മോളെ പ്രേമിച്ച തനിക്കെന്താടോ? നിർത്തടാ. എവിടെയുള്ള മുംബൈയില് ഹിന്ദു മുസ്ലിം ലഹള നടന്ന ഇവിടെയുള്ള ഹിന്ദുക്കളും മുസ്ലിങ്ങളും തമ്മിൽ തല്ലുപിടിക്കും. ഇതും അതുപോലെയൊക്കെ തന്നെയാ. നിങ്ങൾ രണ്ടുപേരും ഇവിടെ നിന്ന് ഒളിച്ചോടിപ്പോയാ നാട്ടുകാരെങ്കിലും വെറുതെ പോയെന്നല്ല പറയാ. തന്റെ മോളെ ഏതോ ഒരുത്തൻ കടത്തിക്കൊണ്ടുപോയിന്ന് ഞങ്ങളുടെ ജാതിയെ തന്നെ കുറ്റപ്പെടുത്തി പറയൂടാ. എടാ, പുതിയതായിട്ട് പണിത റോട്ടില് വണ്ടിയൊക്കെ വലിയ സ്പീഡിലായിരിക്കും പോവുക. 1-2 അപകടം നടന്നാൽ മാത്രമേ അവിടെ സ്പീഡ് ബ്രേക്കറും സിഗ്നൽ പോയിന്റും ഒക്കെ വെക്കുള്ളൂ. അപ്പോഴേ ഡ്രൈവേഴ്സ് പേടിച്ച് ശ്രദ്ധിച്ച് സ്പീഡ് കുറച്ച് പോകുള്ളൂ, മനസ്സിലായോ? ഇതും അങ്ങനെയാടാ. ഞങ്ങളുടെ പെമ്മക്കളുടെ അടുത്ത് വരുന്ന നിന്നെ പോലെയുള്ള ആളുകളെ വെട്ടിക്കൊന്നുകളഞ്ഞാലേ ആരും ഞങ്ങളുടെ പെമ്മക്കളെ ശല്യപ്പെടുത്താതിരിക്കൂ. ഡാ, വരില്ലെന്നുള്ള വിശ്വാസമാണോ ഇല്ലെന്നുള്ള ധൈര്യമാണോ? എന്റെ ആളുകൾ ഇവിടെ തന്നെയുണ്ട്. ഒരു തവണ പറഞ്ഞാൽ മാറുമെന്നാണോ വിചാരിച്ചത്? മനസ്സിലായില്ല. എല്ലാരും ഉറക്കെ പറ. സെൻട്രൽ ആയിരുന്നാലും സ്റ്റേറ്റ് ആയിരുന്നാലും പൊസിഷൻ ആയിരുന്നാലും ഓപ്പോസിഷൻ ആയിരുന്നാലും പവർ ആണെങ്കിലും അഹങ്കാരമാണെങ്കിലും ഞാൻ ഇറങ്ങുന്നവരെ മാത്രം. വൺസ് ഐ സ്റ്റെപ്പ് ഇൻ, ഹിസ്റ്ററി റിപ്പീറ്റ്. അവനെ മതിയടാ. നിനക്ക് ഞങ്ങളുടെ പെണ്ണിനെ കിട്ടിയുള്ളോ? ഇനി ഒരു 5 സെക്കൻഡ് കൂടി ഇങ്ങനെ ചവിട്ടി പിടിച്ചാ നീ ചത്തു. നിനക്ക് ഞങ്ങളുടെ പെണ്ണ് തന്നെ വേണമല്ലടാ. വാടാ. ഇന്നലെ ഇവൻ എത്ര പേരെ ഒറ്റക്കിട്ട് തല്ലിയെന്നറിയോ? അവരുടെ പെണ്ണിനെ പ്രേമിച്ചാ പിന്നെ അടിക്കാതിരിക്കോ? എന്തായാലും രണ്ടിലൊന്നും അറിഞ്ഞിട്ടേ ഉള്ളൂ. അവരവനെ കൊല്ലാതെ വിട്ടത് സന്തോഷിക്കേ. അവരുടെ ജാതി ഏതാ, നമ്മളുടെ ജാതി ഏതാ, അത് മനസ്സിലാക്കി വേണ്ടടാ പ്രേമിക്കാൻ. ഇവൻ തെറ്റ് ചെയ്തതിന് അവരെ എന്തിനാണ് കുറ്റപ്പെടുത്തുന്നത്? ഇപ്പൊ നിന്നോട് എന്ത് പറഞ്ഞാലും മനസ്സിലാവില്ല. വിടറ അവനെ. എന്തിനാണ് വിട്ടുകളയുന്നത്? അവർക്ക് വോട്ട് വേണ്ട സമയത്ത് നമ്മൾ ആവശ്യം വരില്ലേ? വയലിറങ്ങി പണിയെടുക്കാനും അവർക്ക് ആൾക്കാരെ വേണം. അവരുടെയൊക്കെ ജീവിതത്തിൽ എന്ത് നടന്നാലും ആഘോഷിക്കാനും നമ്മൾ വേണം. അവര് കഴിക്കുന്ന ഓരോ അരിമണിയും നമ്മളെപ്പോലുള്ള ഒരു തൊട്ടിട്ടാച്ച അവരുടെ വയറ്റിലെത്തുന്നത്. അങ്ങനെയുള്ളപ്പോ പ്രേമിച്ച എന്താ കുഴപ്പം? അതിനാണോ ഇവനെ ഇങ്ങനെ തല്ലിയത്? എന്തിനാച്ച ഇങ്ങനെ അടിക്കുന്നത്? നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. വിടറ അവനെ. നോക്ക് കൃഷ്ണ,
അവരോട് എതിർത്ത് നിൽക്കാനുള്ള ശക്തിയും കെൽപ്പൊന്നും നമ്മൾക്കില്ല. നിന്റെ അച്ഛൻ നിന്നെ എത്ര കഷ്ടപ്പെട്ടാ പഠിപ്പിക്കുന്നേ. ഇപ്പോഴെങ്കിലും നീ അതെല്ലാം മനസ്സിലാക്കി ആ പെണ്ണിനെ മറക്ക്. വേണമെങ്കിൽ നമ്മുടെ കൂട്ടത്തിൽ നിന്ന് ഏതെങ്കിലും ഒരു പെണ്ണിനെ കാണിക്കേ, അവളെ നിനക്ക് കെട്ടിച്ചു തരാലോ. ചെല്ലടാ, പോയി അവരോട് പറഞ്ഞു മനസ്സിലാക്ക്. അവർക്ക് മനസ്സിലാവുന്ന പോലെ പറ. ചെല്ല് ചെല്ല്. അളിയാ വിഷമിക്കണ്ട. എടാ അളിയാ, ഈ പ്രശ്നം ഇങ്ങനെ വിട്ടാൽ ശരിയാവില്ലടാ. അവന്മാർ എന്തെങ്കിലും ഒന്ന് ചെയ്യണ്ടേ. ഈ കാര്യം നിന്റെ അച്ഛൻ അറിഞ്ഞാൽ വെറുതെ ഇരിക്കോ? നിന്റെ അച്ഛൻ വരുന്നുണ്ട്. വിഷമിക്കാതെ, അവൻ എന്തായാലും നന്നായിക്കോളും കേട്ടോ. ശരി ശരി. ചെല്ല്. ഡാ, ആ ഇവരുടെ കൂടെ ചേർന്ന് നശിച്ചു പോകാതെടാ. പോയി എങ്ങനെയെങ്കിലും ജീവിക്കാൻ പഠിക്കടാ. ഒരച്ഛൻ ഇങ്ങനെയാണോ സംസാരിക്കുന്നത്? വെറുതെ ഇരിക്കും. എടാ കൃഷ്ണ, നീ +2 പാസ്സായിട്ട് എത്ര നാളായി? കോളേജിൽ പോയിക്കൂടെ നിനക്ക്? ഇവന്റെ കൂടെ ചേർന്ന് എല്ലാത്തിനും ഇങ്ങനെ തല്ലുവാങ്ങാതെ. ശിവയില്ലാത്ത കോളേജ് ഒരു കോളേജാണോ? ശിവ എന്നാണോ കെമിസ്ട്രിയിൽ പാസ്സാവുന്നത് അന്ന് ഞങ്ങൾ രണ്ടുപേരും കോളേജിൽ പോകും. അവൻ ഒരു 10 പ്രാവശ്യം കെമിസ്ട്രി എഴുതിയാലും പാസ്സാവില്ല. നീയൊക്കെ ഈ ജന്മത്തിൽ കോളേജിൽ ചേരൂല. പോട്ടക്കണ്ണന്മാര്. കേട്ടിട്ട് അയാളെന്നെ ശപിച്ചിട്ട് പോയ പോലെ ഉണ്ടല്ലോടാ. വീടളിയാ. ഡാ അളിയാ, നമ്മളെന്തിനാ അതൊക്കെ ആലോചിച്ചോണ്ടിരിക്കുന്നത്? അടുത്ത പരിപാടി എല്ലാരും അടുത്ത് വന്നേ, എന്നിട്ട് എന്റെ കൈ പിടിച്ചു. നമുക്ക് എന്ത് പ്രശ്നം നമുക്ക് എന്ത് പ്രശ്നം ഉണ്ടായാലും, ഉണ്ടായാലും, ആരൊക്കെ നമ്മളെ കാറി തുപ്പിയാലും, അപമാനിച്ചാലും, ഇനി അതിലും വലുതെന്തെങ്കിലും നടന്നാലും നമ്മൾ പ്രേമിച്ച കല്യാണം കഴിക്കുമെന്ന് ഇതിനാൽ സത്യം ചെയ്തു കൊള്ളുന്നു. ശിവ, ദേ, ഒന്ന് മാറി നിടാ. എന്താ എന്നടാ പറ്റിയ? എന്നെ അച്ഛൻ തല്ലിയമ്മ. എന്താ പറയാനാ? പോട്ടടാ, അടിച്ചത് നിന്റെ നന്മയ്ക്ക് വേണ്ടിയല്ലേ. അമ്മേ, ഇവനെ തല്ലിയിട്ടല്ലേ അമ്മ ഇവന്റെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇപ്പൊ ഈ ദേഷ്യത്തില് നിങ്ങൾ അവരോട് വഴക്കുണ്ടാക്കാൻ പോയാ അവര് വെറുതെ ഇരിക്കോ? അതുകൊണ്ട് ഇങ്ങനെ തല്ലുകൊണ്ട് വെറുതെ നോക്കിയിരിക്കണം എന്നാണോ പറയണേ? ഞാൻ ഉദ്ദേശിച്ചത് അതല്ല. പുരാണങ്ങളിൽ വരെ ആക്രമണങ്ങൾ ഉണ്ടായത് പുറകിൽ തന്നെയാ. ഇനി നിങ്ങൾ എന്തു ചെയ്താലും അത് രഹസ്യമായിട്ട് തന്നെ ഇരിക്കണം. പിടിക്കണോനെ. എവിടെയൊന്നും നോക്കണവൻ. പിടിക്കണവന്. ചേച്ചി, ചേച്ചി, എവിടെയാ ഉള്ളത്? ചേച്ചി, എവിടെയാ? ഇതിലെ പോയാൽ അവര് പിടിക്കും. ചേച്ചി, 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 ഇന്ന് ഞാൻ തോപ്പിക്കും. അമ്മേ, വിശക്കുന്നു, വല്ലടുത്ത് വയ്ക്ക്. കുറച്ച് കഴിയട്ടെടാ, ഈ സീരിയൽ ഒന്ന് കഴിഞ്ഞിട്ടാവാം. ഏത് കാര്യം നോക്കിയാലും സീരിയല് തന്നെ. എടാ, വെറുതെ ഇങ്ങനെ തിന്നു കുടിച്ചിരിക്കുകയല്ല. ഈ വർഷമെങ്കിലും ആ സബ്ജക്ട് പാസ്സാവ്. കോട്ടയില് ജോലിയെങ്കിലും കിട്ടും. മനസ്സിലായോ? അതിനെത്ര തിടുക്കുമെന്തിനാ? അങ്ങനെയാണെങ്കിൽ നീ ജന്മത്ത് പാസ്സാവാനുള്ള ഉദ്ദേശമല്ലേ? നീ എങ്ങനെയാടാ ജീവിക്കാൻ പോകുന്നേ? വാ കീറിയ ദൈവം ഇരയെ കൊടുക്കുന്നില്ല അച്ഛാ. അപ്പൊ ജീവിതകാലം മുഴുവൻ ഞാൻ നിനക്ക് തീറ്റാരെന്നാണോ? നിന്റെ കൂടെ പഠിച്ച മൂർത്തിയുടെ മകനെ നോക്ക്, ലോയറായി. എന്നാ അച്ഛനോട് ഞാനൊരു കാര്യം പറയട്ടെ. അവനവന്റെ അച്ഛനെതിരെ കേസ് ഫയൽ ചെയ്തു, അവന്റെ അച്ഛനെ തൊട്ട് കിട്ടാൻ വേണ്ടിട്ട്. ഒന്ന് അറിഞ്ഞു വെച്ചോ. ഇവൻ നീ കാരണമാടി നശിച്ചു പോകുന്നേ. നിങ്ങൾ എന്തിനാ എന്നോട് ചൂടാവുന്നേ? വാടാ, ആഹാരം തരാം. വാ, വേഗം എടുത്തേക്ക്.
എന്താടാ ആരെങ്കിലും കണക്ട് ആയോ നിനക്ക്? നിനക്ക് എങ്ങനെയാ മനസ്സിലായത്? ഈ സമയത്ത് വിളിച്ചപ്പോൾ തന്നെ എനിക്ക് ഡൗട്ട് അടിച്ചതാ, അതുകൊണ്ടാ. ആടാളിയാ, ഒരു പെണ്ണാണെങ്കിലേ മനസ്സിൽ കയറി പോയെന്ന്. ആരോടെങ്കിലും പറഞ്ഞില്ലെങ്കിൽ നിനക്ക് ഉറക്കം വരൂലല്ലേ? അതല്ലേ? എടാ, ഇപ്പൊ നീ മര്യാദക്ക് പോയി കിടന്ന് ഉറങ്ങ്. നാളെ ആദ്യം അത് തന്നെ നമുക്ക് നോക്കാം.